ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളത് ജനറൽ സർവീസും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞേക്കണം കേട്ടോ. ഇപ്പോൾ നിലവിൽ നമ്മൾ കിടക്കുന്നത് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. മാക്സിമം ഉപയോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമുക്ക് നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ശരിക്കും സൈഡ് എടുത്ത് തേഞ്ഞു പോയി. തന്നെയല്ല ഈ മോഡലൊന്നും നമുക്ക് ശരിക്കും വണ്ടിക്ക് ഉപയോഗിക്കുമ്പോൾ വലിയ പ്രോബ്ലമാണത്. കാരണം കമ്പനി മോഡൽ വന്ന മോഡൽ സാപ്പർ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അപ്പോളോൻ്റെ തന്നെ ഇതിപ്പോൾ കിടക്കുന്നത് അപ്പോളോൻ്റെ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലെ ആ മോഡൽ ഡിസൈനാണ് പ്രശ്നം. അപ്പോളോൻ്റെ ടയർ തന്നെയാണ് നമ്മളും യൂസ് ചെയ്യുക. പക്ഷേ എന്ന് വെച്ചാൽ അതിൻ്റെ ആ കമ്പനി പറയുന്ന ആ മോഡലാണ് കുറേ കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. പരമാവധി ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇത് മാറ്റിയിടുന്നതാണ് ബെറ്റർ കേട്ടോ. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റിയിടാം. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണുണ്ട്. ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് തീരെ മോശമൊന്നും പറയാനില്ല. ഹോണ്ടയുടെയൊക്കെ ഒറിജിനൽ കമ്പനി എയർ ഫിൽറ്റർ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. അടുത്ത സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറേണ്ടി വരും. കാരണം ഞാൻ 10,000 കിലോമീറ്റർ കൂടി പോയ 12,000 കിലോമീറ്റർ അതിൽ കൂടുതൽ നമുക്ക് എയർ ഫിൽറ്റർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ക്ലച്ചിനകത്തായാലും വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെൽറ്റൊക്കെയുള്ള വർക്ക് ചെയ്യണേ, അതിൻ്റേതായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ഈ കർവിയിലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ഇതതിൻ്റെ റോളർ സെറ്റ് വെയിറ്റ് പോസിറ്റീവ് വയ്ക്കാം. നോർമൽ സാധാരണ തേമാനമുള്ളൂ. വെയിറ്റ് സെറ്റ് യൂണിറ്റ് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് കാർബറേറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നമുക്ക് കേട്ടോ. കാരണം കാർബറേറ്ററിൽ അത്യാവശ്യം ഈ സ്ലോ ജെറ്റൊക്കെ ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആയേക്കണതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ആ സ്ലോ സ്പീഡിലൊക്കെ നിൽക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബറേറ്റർ അഴിച്ചാണ്. സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് ഈ ഇതിവിടെ വന്ന HT കോയിൽ എന്ന് പറഞ്ഞിട്ട് ഹൈ ടെൻഷൻ കോയിലാണ്. അതിൻ്റെ ലൊക്കേഷൻ വന്നത് എവിടെയാണ്. അപ്പോൾ നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ട് നമ്മളത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് വയ്ക്കണം. കൂടുതൽ നമ്മൾ പ്ലഗും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം കോയിൽ ലൂസ് കോൺടാക്റ്റ് വന്ന് ഫസ്റ്റ് കംപ്ലയിൻറ്റ് വരാമെന്ന് കഴിഞ്ഞാൽ പ്ലഗ് ഷോർട്ടായി പോകുകയെന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ഒരുവിധം എന്നത് കാരണം ഫയറിങ് കറക്റ്റ് ആവില്ല. ഫയറിങ് കറക്റ്റ് ആവാതെ വരുമ്പോൾ തന്നെ അത് ഒരു ഓയിൽ മയത്തോട് കൂടിയിട്ട് പ്ലഗിൽ വരും. അപ്പോൾ അങ്ങനെ ഷോർട്ടിങ് സാധ്യത പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ ഷോർട്ടിങ് കാണിച്ചിട്ടുണ്ട്. കാര്യം ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടായി. പക്ഷേ എന്നാൽ പോലും ഇതങ്ങനെ തന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നീട് വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയാണ്. അതുപോലെ കാർബറേറ്റർ യൂണിറ്റ് ഫുള്ളായിട്ട് അയച്ച് നമ്മൾ ക്ലീൻ ചെയ്യണ കേസ് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഈ ഒരു സ്ലോ ജെറ്റാണ് ചെറിയതായിട്ടൊരു ബ്ലോക്ക് കാണിക്കുന്നത്. ക്ലീൻ ചെയ്ത് നോക്കാം. നടപടി ആയില്ലാന്ന് മാറ്റിയിടാം കേട്ടോ. ഏകദേശം ഒരു 73 രൂപ 75 രൂപ ആ റേഞ്ചൊക്കെ വരുള്ളൂ. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് വരുമ്പോൾ ഈ മോഡലിനൊക്കെ ലിങ്ക് ടൈപ്പാണ് വന്നത്. അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ആയാലും ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നും. ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്, 2022 മോഡൽ. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടും അതേപോലെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. വോൾട്ട് ചെക്കുമ്പോൾ 12.77 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ബാറ്ററിയുടെ ഫ്യൂച്ചർ അത് കാണിക്കും. ഇതിപ്പോൾ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പച്ചലായിട്ട് കാണിച്ചാൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടി മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യണേ. അപ്പോൾ മാറ്റേണ്ട പാർട്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ടയർ മാറ്റുന്നുണ്ടെങ്കിൽ ടയർ, പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ, എഞ്ചിൻ ഓയിൽ, പിന്നെ അതേപോലെ HT കോയിലും പ്ലഗും. അത് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കേണ്ടത് മാറ്റാതെ മാറുകയില്ല. സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. പിന്നെ കാർബറേറ്ററിനകത്ത് സ്ലോ ജെറ്റ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്കത് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ എയർ ഫിൽറ്റർ ഈ ഭാഗത്തുനിന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതപ്പോൾ ഞാനാണ് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തണം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആവും തീരുമ്പോഴത്തേക്ക്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ടയറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ടയർ കൂടി ഇപ്പോൾ എടുത്തിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ ഇടണേ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.